ഹായ് സ്റ്റുഡൻസ്, ഇന്നും ഒരു വ്യത്യസ്തമായ വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ടൈം മാനേജ്മെൻറ്റ്. സമയം, നമ്മുടെ വിലയേറിയ സമയം എങ്ങനെ മാനേജ് ചെയ്യാം. ടൈം മാനേജ്മെൻറ്റ് സംബന്ധിച്ച വ്യത്യസ്തമായ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പലതരത്തിലുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ടാവാം. ഇന്നിപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഞാനതൊന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ടൈം എന്ന വേർഡ്, അതിലുള്ള 4 അക്ഷരങ്ങൾ TIME, ഈ 4 ലെറ്റേഴ്സിനെ ബേസ് ചെയ്തുള്ള 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. സോ ദ 4 പ്രിൻസിപ്പിൾസ് ഫോർ ടൈം മാനേജ്മെൻറ്റ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് സെൽഫ് മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് ഈസ് നത്തിങ് ബട്ട് സെൽഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ വിലയേറിയ സമയം മാനേജ് ചെയ്യാം? നമുക്ക് ലഭിച്ചിട്ടുള്ള റിസോഴ്സസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സാണ് ടൈം, സമയം. സമ്പത്തിൻ്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ ദൈവം വ്യത്യസ്തരായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും ഒരൊറ്റ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്: സമയം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അത് ഏത് തരത്തിലുള്ള വ്യക്തിയായാലും ഏത് തലത്തിലുള്ള വ്യക്തിയായാലും, വി ആർ ഹാവിങ് 24 hours in a day. We are having 1440 minutes in a day, and we are having 86,400 seconds in a day. അപ്പോൾ 86,400 സെക്കൻഡ്, 1440 മിനിറ്റ്, 24 മണിക്കൂർ ഓരോ ദിവസം. ഒരു വ്യത്യാസവും നമുക്കില്ല. എല്ലാവരെയും ദൈവം കണ്ടിരിക്കുന്നത് ഒരുപോലെ. അപ്പോൾ 86,400 രൂപ നമുക്ക് ഒരു ദിവസം ബാങ്ക് അക്കൗണ്ടിൽ വന്നാൽ അതിൽ ഓരോ തുകയും അന്ന് തന്നെ ചിലവഴിച്ചിരിക്കണം. ഒരു തുക പോലും മാറ്റിവെക്കാൻ പാടില്ല. മാറ്റിവെച്ചാൽ അത് നഷ്ടപ്പെടും എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ തുക വിനിയോഗിക്കും? അതുപോലെ നമ്മുടെ ആ ഓരോ സെക്കൻഡും വിനിയോഗിക്കുക. 86,400 രൂപ ചിലവഴിക്കുന്ന പോലെ 86,400 സെക്കൻഡുകളും വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ടൈം ഈസ് മണി. സമയം പണമാണ് എന്ന ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഓരോ നാണയവും കൂട്ടിവെച്ച് ധനം വർദ്ധിപ്പിക്കുന്നത് പോലെ ഓരോ നിമിഷവും അർത്ഥപൂർണമാക്കി നാമും അറിവും അർത്ഥവും നേടേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സമയം ഉപയോഗിക്കുന്നത്? ക്രിയാത്മകമായ രീതിയിൽ എങ്ങനെ പരമാവധി സമയം പ്രയോജനപ്പെടുത്താം? സാധാരണ പറയാറുണ്ട്, നഷ്ടപ്പെട്ട അവസരങ്ങൾ, പറഞ്ഞുപോയ വാക്ക്, എയ്തുവിട്ട അമ്പ് തിരിച്ച് എടുക്കാൻ പറ്റില്ല. അതുപോലെ സമയവും തിരിച്ച് ലഭിക്കുന്നത് അല്ല. സോ ടൈം, സോ വി ഹാവ് ടു ബി കെയർഫുൾ, വെരി വെരി കെയർഫുൾ വൈൽ യൂസിങ് അവർ ടൈം. ടൈം എന്ന ഒരു വേർഡിൽ ഉള്ള 4 ലെറ്റേഴ്സ് TIME. ആ 4 ലെറ്റേഴ്സിൻ്റെ ബേസിലുള്ള ടിപ്സ് ഇതാണ്. 1. തിങ്ക് ബിഫോർ ആക്ടിങ് and try to learn to say no. Then implement a time management plan. Then must, should, could system of prioritization. And last one, eliminate procrastination. So first one, think before acting. Second one, implement a time management plan. Then third one, must, should, could system of prioritization. And finally, എലിമിനേറ്റ് പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഓരോ ടിപ്സും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ലിസൺ. ഫസ്റ്റ് വൺ ഈസ്, ദറ്റ് ഈസ് വിത്ത് ദ ലെറ്റർ T. തിങ്ക് ബിഫോർ ആക്ടിങ് ആൻഡ് ട്രൈ ടു ലേൺ ടു സേ നോ. ദറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. തിങ്ക് ബിഫോർ ആക്ടിങ്. Always we have a tendency to say yes to anything that comes in our way and regret later for accepting it. It is said that do not be too quick in saying yes and do not be too slow in saying no. Do not be too quick in saying yes and do not be too slow in saying no. So before committing a task, stop to think about it before you give your answer. Sometimes we are in the habit of doing other people's work because of hero mentality. Instead, focus on our own tasks and goals
and teach others how to do their own work. So many people overcommit and they get overloaded. Overcommitment and overloading. So many people overcommit and get overloaded with too much work. This they are saying yes when they really should be saying no. So learn to say no as and when required. You can free up time to spend on things that are more important to you. You may not be able to refuse at all times, but try best to say no. Try best to say no as and when required. Now the second one, I implement a time management plan. You know the importance of plan and planning. Proper plan is essential for any kind of management. Without planning, there is no management. In time management also, there should be proper time management plan. It is said that proper prior plan prevents poor performance. Proper prior plan prevents poor performance. It's also said that failing to plan is planning to fail. Failing to plan is planning to fail. With regard to time management, the objective of time management plan should be to change your behaviors. Change your behavior to spend maximum time towards achieving whatever goal you have set for yourself. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം എങ്കിലും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പരമാവധി സമയം വിനിയോഗിക്കുക. ആ കാര്യത്തിലേറെ ശ്രദ്ധിക്കുക. So whatever may be our goals, we have to identify the right activities and track them over time to see whether or not you are accomplishing them. So we have to do or perform the right activities. It is more important to do the right things right. Do the right things right than doing the right things or just doing things right. So we can do right things and we can do things right. But it's always better to do right things right. So the most important step in your time management planning should be preparing a to-do list. By പ്ലാനിങ്ങിൽ ടൈം മാനേജ്മെൻറ്റ് പ്ലാനിങ്ങിൽ ആദ്യം വേണ്ടത് പ്രിപ്പയറിങ് എ ടു ഡു ലിസ്റ്റ്. ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. തീർച്ചയായും അവോയ്ഡിങ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് ടൈം വേസ്റ്റേഴ്സ്. നിങ്ങളുടെ സമയം അനാവശ്യമായിട്ട് കളയുന്ന ഒരുപാട് ടൈം വേസ്റ്റേഴ്സ് ഉണ്ട്. ഐഡൻറ്റിഫൈ ദ ടൈം വേസ്റ്റേഴ്സ്. Then the third one, M. Must, should, could system of prioritization. Listen. Must, should, could system of prioritization. So there should be priorities. We have to set priorities. Setting priorities is the essential element of proper time management. മുൻഗണനാക്രമം നിശ്ചയിക്കൽ. മുൻഗണനാക്രമം നിശ്ചയിക്കൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പ്രയോറിറ്റൈസിങ് ദ ടാസ്ക്സ് ഫ്രം ദ ടു ഡു ലിസ്റ്റ്. നമ്മൾ തയ്യാറാക്കിയ ടു ഡു ലിസ്റ്റ്, ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മുൻഗണന അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. പ്രയോറിറ്റൈസിങ് ഹെൽപ്സ് ടു ഫോക്കസ് and spend more time on items that really matters you. There are things that really matters you, so give focus on that things in your to-do list. So must, should, could system of prioritization can be used for proper time management. ഏതാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഏതാണ് വി ഷുഡ് ഡു, ദെൻ വിച്ച് വി കുഡ് ഡു, അത് ഐഡൻറ്റിഫൈ ചെയ്യാം. So out tasks for your day, which one you must do, which one you should do, and which one you could do if time permits. Now the last one, A for eliminate procrastination.
സാധാരണ ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 4 P's എന്ന് പറയാനുള്ള ഒന്നാണ് പ്രോക്രാസ്റ്റിനേഷൻ, ദെൻ പെസിമിസം, പെർഫെക്ഷനിസം ആൻഡ് പുവർ പ്ലാനിങ്. 4 P's ഓഫ് ടൈം മാനേജ്മെൻറ്റ് ഓർ 4 P's ഇൻ വേസ്റ്റിംഗ് അവർ ടൈം. നിങ്ങൾക്കറിയാം, കാലവിളംബം വരുത്തുക, അല്ലെങ്കിൽ നാളെ നീളെ എന്ന് പറയുന്നതാണ് പ്രോക്രാസ്റ്റിനേഷൻ. ദെൻ പെർഫെക്ഷനിസം, പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ അങ്ങേയറ്റം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ച് സമയം കളയാറുണ്ട്. ദെൻ അനദർ വൺ ഈസ് പെസിമിസം. ഓപ്റ്റിമിസത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അത് നമുക്ക് പിന്നെ ഒരു ഓപ്റ്റിമിസവും പെസിമിസവും പോസിറ്റീവായിട്ട് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാം. സോ എന്തായാലും പെസിമിസം, ദെൻ നേരത്തെ പറഞ്ഞ പുവർ പ്ലാനിങ്. സോ ദീസ് ആർ ദ 4 P's. അപ്പോൾ ആ 4 P'സിൽ ഏറ്റവും പ്രധാനപ്പെട്ട P ആണ് പ്രോക്രാസ്റ്റിനേഷൻ. സോ എലിമിനേറ്റ് പ്രോക്രാസ്റ്റിനേഷൻ. നാളെ നീളെ എന്നുള്ള ആ ഒരു ചിന്താഗതി വെടിയുക. സോ an important step, the fourth step towards proper time management is elimination of procrastination. Do it now. Don't unnecessarily keep postponing. മാറ്റിവെക്കൽ അത് വേണ്ട. So you have to follow the do it now policy. Procrastination brings urgency, which has the risk of mistakes and poor quality. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കേസിൽ ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് എഴുതാൻ ഏൽപ്പിച്ചാൽ, അതിനൊരു ഡേറ്റ് തന്നാൽ, അപേക്ഷയേക്കാൾ ഡേറ്റ് കിട്ടിയാൽ ആ ലാസ്റ്റ് മിനിറ്റ് വരെ കാത്തിരിക്കുക. അപ്പോൾ എന്ത് പറ്റും അവിടെ? ഒന്ന് അർജൻസി, ദെൻ ദ റിസ്ക് ഓഫ് മിസ്റ്റേക്സ്, ദെൻ പുവർ ക്വാളിറ്റി. അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നത് ഒഴിവാക്കുക. കാരണം പ്രൊക്രാസ്റ്റിനേഷൻ ബ്രിങ്സ് അർജൻസി. നമ്മൾ വളരെ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? തെറ്റുകൾ സംഭവിക്കാം, ഗുണനിലവാരം കുറയാം. സോ ദ റിസ്ക് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് പുവർ ക്വാളിറ്റി. സോ ഇഫ് എ ജോബ് ഈസ് ടു ബിഗ്, ചോപ്പ് ഇറ്റ് ഇൻ ടു മാനേജബിൾ ചങ്ക്സ്. അത് ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് മാറ്റുക. പ്രത്യേകിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നീട്ടിവെക്കാതെ ഇരിക്കുക. So enjoy every second of your life, because time races by so much quicker than you think. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് സമയം കടന്നു പോകുന്നത്. So take care of your time. To be happy, to be successful, we have to manage our time. As already stated, time management is nothing but self-management, and try to manage yourself by following these 4 tips. First one, T, that is think before acting, or try to learn and know as and when required. Then I, implement a time management plan, and also identify your time wasters. You should of course prepare a to-do list and follow that list properly. And third one, should good system of prioritization. Prioritize. നേരത്തെ പറഞ്ഞ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് ടൈം വേസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി അതിലൊരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യാം. ഏതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് മസ്റ്റ് ഡു, ദെൻ ഷുഡ് ഡു, ആൻഡ് കുഡ് ഡു ഇഫ് ടൈം പെർമിറ്റ്സ്. ആൻഡ് ലാസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനിമി ഓഫ് our success, that is procrastination. എല്ലാം നീട്ടി വെക്കുക, നാളെ എന്ന് പറയുന്ന ആ ഒരു രീതി മാറ്റണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 4 Pകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചറാണ് പ്രോക്രാസ്റ്റിനേഷൻ, പെർഫെക്ഷനിസം, പെസിമിസം ആൻഡ് പുവർ പ്ലാനിങ്. ദീസ് ആർ ദ 4 enemies of proper utilization of time. So eliminate procrastination. ഡു ഇറ്റ് നൗ പോളിസി ഫോളോ ചെയ്യുക. അങ്ങനെ വിജയം കൈവരിക്കാൻ ശ്രമിക്കുക. എൻജോയ് എവറി സെക്കൻഡ്, എൻജോയ് എവറി മിനിറ്റ്, എൻജോയ് എവറി അവർ, എൻജോയ് എവറി ഡേ, എൻജോയ് യുവർ ലൈഫ്. Because time
റേസ് സോ മച്ച് ക്വിക്കർ. നേരത്തെ പറഞ്ഞ പോലെ സമയം ഏറെ വേഗത്തിലാണ് പായുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പായുന്ന സമയത്തെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുക. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ബി ഹാപ്പി. എൻജോയ് യുവർ ലൈഫ്. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു.